സംസ്ഥാനത്ത് വീണ്ടും ബാർ കോഴയ്ക്ക് നീക്കം. മദ്യനയത്തിലെ ഇളവുകൾക്കായി പണം പിരിച്ചു നൽകാൻ നിർദ്ദേശവുമായി ബാർ ഉടമകളുടെ സംഘടനാ നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നു. ബാർ ഉടമകൾ 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്നാണ് നിർദ്ദേശം. ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ ഇടുക്കി ജില്ലാ അധ്യക്ഷൻ അനിമോന്റേതാണ് പുറത്തുവന്ന ശബ്ദ സന്ദേശം. അതേസമയം ന്യായീകരണവുമായി അസോസിയേഷൻ രംഗത്തെത്തിയിട്ടുണ്ട്. കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയാണ് പണം പിരിക്കാൻ നിർദ്ദേശം നൽകിയത് എന്ന് സംഘടന പറയുന്നു. അനിമോനെ അസോസിയേഷനിൽ നിന്ന് പുറത്താക്കിയെന്നും അസോസിയേഷൻ നേതാവ് സുനിൽ കുമാർ പറഞ്ഞു. പ്രിയപ്പെട്ട FKH ഇടുക്കി ജില്ലാ മെമ്പേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് ഞാൻ FKH ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ജയകൃഷ്ണൻ അയ്യപ്പൻ നായർ. ഞാനിപ്പോൾ ഒരു വോയിസ് മെസ്സേജ് ഇടുന്നത് നമ്മുടെ എറണാകുളത്ത് എർണൈസൻസ് ഹോട്ടലിൽ നിന്നാണ്. ഇവിടെ നമ്മുടെ FKHയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടക്കുകയാണ്. അതിനകത്ത് പ്രസിഡന്റ് വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു. അതായത് പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്. അതിനകത്ത് നമ്മളിപ്പോൾ 1-ാം തീയതി ഡ്രൈഡേ എടുത്തു കളയും. ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. അതിനാരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളതിൽ ഒരു ഹോട്ടൽ, അതായത് സ്പൈസ് ഗ്രൂ ഹോട്ടൽസ് അണക്കര 2.5 ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ്. പിന്നെ പലരും കൊടുക്കാം, ഗ്രൂപ്പ് ആയിട്ടുള്ളവർ കൊടുക്കും, അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയണതെല്ലാം വെറുതെ ഫേക്ക് ആയിട്ടുള്ള വാർത്തയാണ്. ആരും ഒരിടത്തും കൊടുത്തിട്ടില്ല. വലിയൊരു ഗ്രൂപ്പ് കൊടുത്തു എന്ന് പറഞ്ഞത് ആകപ്പാടെ അവരൊരു 4 ലക്ഷം രൂപ ഇവിടെ കൊടുത്തായിട്ട് കംപ്ലീറ്റ് കണക്കും കാര്യങ്ങളും പ്രസിഡന്റ് ഇവിടെ വെച്ച് പറഞ്ഞു. ഇത് നമ്മൾ അങ്ങോട്ട് കൊടുക്കാം. ഇതുവരെ 1/3 ആണ് ടോട്ടൽ കളക്ഷൻ ഓൾ ഓവർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയേക്കുന്നത്. ഇത് നമ്മൾ കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല. ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് 2.5 ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്നവർ 2 ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക. നിങ്ങളുടെ ആരുടെ ഒരു 10 പൈസയും പോകണമെന്നല്ല, അതെല്ലാം കൃത്യമായിട്ട് കണക്ക് സഹിതം അതിൻ്റെ ബോധിപ്പിക്കപ്പെടുന്നതുമാണ്. വിവരങ്ങൾ നൽകാൻ വിനോദുണ്ട്. വിനോദും വീണ്ടും ഒരു ബാർ കോഴയ്ക്ക് കളമൊരുങ്ങുന്നു എന്ന രീതിയിലാണല്ലോ ഈ ശബ്ദ സന്ദേശത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്. കാരണം അന്ന് UDFനെ പ്രതിസന്ധിയിലാക്കി LDF ഇപ്പോൾ ഭരിക്കുമ്പോൾ ഈ സംസ്ഥാനത്തിൻ്റെ വരുമാനം കൂട്ടാൻ വേണ്ടി മദ്യനയത്തിലെ ഇളവുകളെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം പുറത്തു വന്നത് എന്നുള്ളതാണ്. എന്തായാലും അനിമോൻ പറയുന്ന പണം നൽകിയില്ലെങ്കിൽ തങ്ങളെ ആരും സഹായിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ അനിമോൻ അംഗമായ സംഘടന അനിമോനെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം 2.5 ലക്ഷം രൂപ പിരിക്കാൻ അവർ തീരുമാനിച്ചിരുന്നു. പക്ഷേ അത് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയാണ് ഈ പണം പിരിക്കാൻ നിർദ്ദേശം നൽകിയത് എന്നുള്ളതാണ്. അനിമോനെ അസോസിയേഷന് പുറത്താക്കിയെന്നും അസോസിയേഷൻ നേതാവ് പറയുന്നുണ്ട്. എങ്ങനെ നോക്കിക്കാണാം, എങ്ങനെ കൂട്ടി വായിക്കാം ഈ സാഹചര്യത്തെ? തീർച്ചയായും ലക്ഷ്മി, നമ്മൾക്കറിയാം സംസ്ഥാനത്ത് തന്നെ വളരെ വിവാദമായ ഒരു ശബ്ദ സന്ദേശമാണ് ഇന്ന് പുറത്തു വന്നത്. കേരള, അതായത് ബാർ ഉടമകളുടെ സംഘടനയായ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ, അവരുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ അനിമോൻ്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിട്ടുള്ളത്. എല്ലാ ബാർ ഉടമകളും 2.5 ലക്ഷം രൂപ വീതം സംസ്ഥാന പ്രസിഡന്റിൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നൽകണം. ഇതെന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ സംസ്ഥാനത്തെ ഡ്രൈ ഡേ ഒഴിവാക്കുക, അതേപോലെ തന്നെ ബാറുകളുടെ, മദ്യശാലകളുടെ പ്രവർത്തന സമയം ഇപ്പോൾ രാത്രി 11 വരെയാണ്, അത് രാത്രി 12 വരെ വർദ്ധിപ്പിക്കുക, അതേപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധനകൾ പരമാവധി കുറയ്ക്കുക എന്നീ തുടങ്ങിയ ആവശ്യങ്ങൾ ഒക്കെ പരിഗണിച്ച് ബന്ധപ്പെട്ടവർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പിരിവ് എന്നുള്ള നിലയിലാണ് ഈ ശബ്ദ സന്ദേശം പ്രചരിച്ചത്. പക്ഷേ ഇത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി ഫെഡറേഷൻ നേരെ ഇന്ന് കടകം പറഞ്ഞിരിക്കുന്നു. ഇന്ന് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാർ തിരുവനന്തപുരത്ത് പറഞ്ഞത് ആ പിരിവ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നുമല്ല. ഞങ്ങൾ ഫെഡറേഷൻ്റെ ഒരു സംസ്ഥാന കമ്മിറ്റി ഓഫീസ് തിരുവനന്തപുരത്ത് പണിയാൻ പോകുന്നു, അതിനുവേണ്ടി സ്ഥലം വാങ്ങണം. ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി കൊച്ചി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനം തിരുവനന്തപുരത്തെ കൂടി മാറ്റുന്നതിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് സ്വന്തമായി സ്ഥലം വാങ്ങണം, കെട്ടിടം പണിയണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പണപ്പിരിവ് നടത്തുന്നത്. അത് പിരിവുമല്ല, വായ്പയായി വാങ്ങുന്നതാണ്. ഇത്തരത്തിൽ തെറ്റായ പ്രചാരണങ്ങൾ നൽകിയ അനിമോനെ സംഘടനയിൽ നിന്നും പുറത്താക്കിയതാണ്, കഴിഞ്ഞ ദിവസം പുറത്താക്കിയതാണ് എന്നുള്ള കാര്യവും അദ്ദേഹം പറയുകയാണ്. എന്തായാലും ഫെഡറേഷന് ഇക്കാര്യത്തിൽ അവരുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറയുന്നു, ഇത്തരത്തിലൊരു പിരിവ് സർക്കാരിന് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പിരിച്ചിട്ടില്ല. ഫെഡറേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പണിയുന്നതിനും സ്ഥലം വാങ്ങുന്നതിനും ഒക്കെയാണ് ഈ പിരിവ് നടത്തിയത്
എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇത് വളരെ വിവാദമായിട്ടുണ്ട്. എക്സൈസ് വകുപ്പ് മന്ത്രി അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇക്കാര്യത്തിൽ അദ്ദേഹം പ്രതികരിക്കുമോ ഇല്ലയോ എന്ന് അപ്പോൾ അറിയാൻ കഴിയും. എന്തായാലും കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടി സർക്കാരിനെ ഏറ്റവും കൂടുതൽ പിടിച്ചുലച്ച കേസുകളിലൊന്നായിരുന്നു സോളാർ വിഷയത്തെ പോലെ തന്നെ മറ്റൊരു കേസായിരുന്നു ബാർകോഴ ആരോപണം. KM മാണിക്കെതിരെ ഒക്കെ വലിയ പ്രക്ഷോഭം നയിച്ച LDF ആണിപ്പോൾ രണ്ടാം പിണറായി സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നത്. നമുക്കറിയാം കൂടുതൽ ബാർ ലൈസൻസുകൾ IT പാർക്കുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ ബാറുകൾക്ക് ലൈസൻസ് നൽകാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നു. ഡ്രൈഡെ ഒഴിവാക്കി സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നു. അതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം പുറത്തു വന്നത്. പക്ഷേ ഇപ്പോൾ ഫെഡറേഷൻ, അതായത് മദ്യശാല ഉടമകളുടെ സംഘടനയായ ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പറയുകയാണ്, അത് ആർക്കും കൊടുക്കാൻ വേണ്ടി പിരിച്ചതല്ല, ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പണിയാൻ വേണ്ടി പിരിച്ചതാണ്, അത് വായ്പയായി നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത് പറഞ്ഞ അല്ലെങ്കിൽ ഇത്തരം സന്ദേശങ്ങളൊക്കെ പുറത്തുവിട്ട അനിമോനെ സംഘടനയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് എന്ന കാര്യവും സുനിൽകുമാർ പറയുന്നുണ്ട്. ലക്ഷ്മി.